ഹലോ. ഹലോ താത്ത. ആ ഒന്നിക്കട്ടെ, നീയല്ലടാ എൻ്റെ ഒന്നിച്ച് കളിക്കണമെന്ന് കുറേ ആയിട്ട് പറയുന്നു. കളിക്കണമെന്നുണ്ട്. ഏ ആ അല്ല, ഇന്ന് എനിക്ക് എൻ്റെ വെച്ച് കളിക്കാൻ പറ്റുമോ? ഇന്നാ ആ താത്ത കാര്യമായിട്ട് പറയുന്ന? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയുന്നു. ഇന്ന് പറ്റുമെന്നെങ്കിൽ ഇന്ന് നല്ല ദിവസമാണ്. എനിക്ക് പൂതിയുണ്ടായിരുന്നു. അല്ല, പൂതിയുള്ളതുകൊണ്ടാണല്ലോ നീ എന്നോട് ചോദിച്ചു. ആ ഇനി അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാനാ? അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ എനിക്ക് ഇന്ന് നിന്നെ വിളിക്കുന്നതാ. നീ അമ്മ കാണാണ്ട് വന്നാൽ മതി. ഉം. ഉം. ആ എപ്പാ അല്ല, വരണ്ടേ? അത് ഇന്ന് നീക്ക് സൗകര്യമുള്ളത് ഇന്ന് ഒറ്റയ്ക്കേ ഉണ്ടാവൂല. ആ ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്നോട്. ചോദിച്ചോ. നീ വേറെ ആരെങ്കിലും ആയിട്ട് എപ്പോഴും കളിച്ചിട്ടുണ്ടോ? അയ്യേ ഇല്ല, ആന്നില്ല. അല്ല, പിന്നെ നീ എൻ്റെ ഒന്നിച്ച് വന്നിട്ട് എന്നാ കളിക്കുവോ? എനിക്കറിയില്ല, അത് താത്ത പഠിപ്പിച്ചു തരണോ? താത്തക്ക് അറിയില്ലേ? ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് വേണം എനിക്ക് എൻ്റെ വെച്ച് കളിക്കേ. എനിക്ക് അങ്ങനെ ശരിക്കറിയൊന്നുമില്ല. പിന്നെ എനിക്ക് താത്തനെ കാണുമ്പോ ഓരോന്ന് തോന്നും, അതെല്ലാം ഞാൻ ചെയ്യും. അല്ല, അനക്ക് മതിയാകുന്നവരെ കളിക്കണം. എനിക്കറിയോ അത്. മതിയാകുന്ന വരെയാ? ആ അതിനിങ്ങനെ ഒരുപാട് നേരം മതിയാകാനുള്ള ഉണ്ടാ കളിക്കുമ്പോ? പിന്നെ നീക്ക് 10-18 വയസ്സായില്ലേ? നീ ഇതൊരു ഏടിയും കണ്ടിട്ടില്ല ഒന്നും. അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അല്ല, അതെവിടുന്ന പിന്നെ കാണും? എനിക്ക് കളിക്കണം തോന്നിയത്. അതെനക്ക് ഇത്താത്തനെ കാണുമ്പോ അങ്ങനെ എന്തെല്ലോ തോന്നും, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. എന്നെ കണ്ടിട്ട് തോന്നിയതാ. ആ അപ്പൊ നീടെ വന്നിട്ട് ഞാനിത് പഠിപ്പിക്കുകയോ ചെയ്യാ അല്ലെങ്കിൽ കളിക്കുകയോ ചെയ്യാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയുന്ന പോലെല്ലാം ഞാൻ കളിക്കും. നല്ല വൃത്തിക്ക് കളിക്കില്ലേ? വൃത്തിക്ക് എന്ന് പറഞ്ഞാ അത് എങ്ങനത്തെ കളിയാ? അങ്ങനല്ല, അന്റെ ഒരു ഇഷ്ടത്തിന് നീ കളിക്കൂലേ? ആവുന്ന് വിചാരിക്കുന്നു. കുറച്ച് ഞാൻ പഠിപ്പിച്ചുതരാം. അന്നേരം തുണിയും എല്ലാം കഴിക്കണം, അന്നേരം അങ്ങനെയാ? എല്ലാം ഇല്ലാണ്ടാവുന്നത് അത് നീ വാ, എന്നിട്ട് ഞാൻ പറയാം. അത് ഞാൻ നോക്കട്ടെ നിന്നെ. നോക്കായ എനിക്ക് കുറച്ച് ഇങ്ങനെ മനസ്സിൽ എന്തെല്ലോ തോന്നലുണ്ട്, അതുപോലെ അറിയുള്ളൂ. അല്ല, നീ എന്നോട് എപ്പോ ചോദിക്കുന്ന കേട്ടിട്ട് ഞാൻ വിളിച്ചു ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് നീ എന്നോട് പറയുന്നല്ലേ. പഠിച്ചു വെച്ചിട്ടൊന്നുമല്ല, എനിക്ക് ഞാൻ പണ്ടേ കാണുന്നില്ലേ, അന്നേരം എനിക്കിങ്ങനെ എന്തെല്ലോ തോന്നും. അത് താത്തേര് ചോദിച്ചാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. അന്ന് ഒരിക്കൽ ചോദിച്ചാലും തിരിച്ചിട്ട് തന്നെ തമാശയാക്കി. ഇനിയിപ്പോ ഇതും തമാശയാണോ? തമാശയൊന്നുമല്ല, നിന്നെ കാണുമ്പോ ഞാൻ അന്ന് ചിരിച്ചത് വേറെ ഒന്നുമല്ല കേട്ടാ. ചെറിയ ചെക്കനല്ലേ. ചെറിയ ചെക്കനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അനക്കും ഓരോരോ പൂതി ഇങ്ങനെ തോന്നും. എനിക്ക് അറിയെങ്കില് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അമ്മയൊന്നും കണ്ടാട്ടാ എവിടെയാ പോന്നും ചോദിച്ചാല്. ഇല്ല ഇല്ല, താത്ത പറയാണ്ടെന്നാ അമ്മേന്റെ അടുത്ത് പറയാ. പിന്നെ ഞാൻ പറയൂല, എന്റെ ആവശ്യം കൂടിയാണല്ലോ. കഥയോളും പേടി. എനിക്ക് നിങ്ങൾ പറയാന്നുള്ള പേടിയാണ്. പറയൊന്നുമില്ല. നീ ഇപ്പം വീട്ടിലുണ്ടാ? ഇപ്പം വരട്ടെ? പറഞ്ഞാല് നീ റെഡിയായാ? റെഡിയാകാനൊന്നും എങ്ങനെ റെഡിയാകെങ്ങനെ? അല്ല,
കാണുന്നൊരു ഒരു ആവേശം ഇതെല്ലാം വന്നോ? ഞാനൊക്കെ സാധനം കാണുമ്പോ തന്നെ അറിഞ്ഞു. അതിപ്പോ സാധനം രാവിലെ കാണുമ്പോ, പിന്നെ വെള്ളം വെക്കുമ്പോ കാണുമ്പോ, പിന്നെ തേച്ച് കഴിയുന്ന കാണുമ്പോഴല്ലോ, പാത്രം കഴിയുന്ന കാണുമ്പോഴല്ലോ എനിക്കങ്ങനെ തോന്നും. എല്ലാം കിട്ടൂലല്ലോ. വെള്ളം വെക്കുമ്പോ നോക്കുന്ന സ്ഥലം ഞാൻ കണ്ടിരുന്നു. വെള്ളം വെക്കുന്ന കാണുമ്പോ കൂടുതൽ തോന്നും. പിന്നെ തുണി അലക്കുമ്പോ നമ്മളെ വീട്ടിന്റെ ഭാഗത്ത് തിരിഞ്ഞിട്ട് സോപ്പ് അരക്കൂല, അന്നേരവും നല്ല തോന്നും. അറിയാം കുറച്ച് അല്ലേ, കുറച്ചെല്ലാം അറിയാല്ലേ. ഒരുപാടില്ല കാണാൻ, അതുകൊണ്ട് പിന്നെ എന്തെല്ലോ ആയിട്ട് തോന്നും. നോക്കിയാ പിന്നെ കണ്ണെടുക്കാൻ തോന്നും. അല്ല, അത് കാണുമ്പോ പറയുന്നത് തോന്നുന്നുണ്ടോ? തോന്നുന്നോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഉറപ്പിക്കാം, എനിക്ക് അറിയാം. കുറച്ചറിയാം. എല്ലാം ഒന്നും അറിയില്ലായിരിക്കും. അത് ഞാൻ കുറേശ്ശെ പഠിപ്പിച്ചുതരാം. കുറച്ച് നീ തുടങ്ങിയാ മതി. കുറച്ച് തുടങ്ങിയാ മതി ആദ്യം. എനിക്കറിയാതെ എങ്ങനെ തുടങ്ങുവാന്നുണ്ട്. ഇപ്പൊ നീ എനിക്കെങ്ങനെ തോന്നിയേ അതുപോലെ അങ്ങ് തുടങ്ങും. തോന്നിയത് പോലെ മതിയെങ്കിൽ തോന്നിയത് എന്തെല്ലോ ആന്ന് തോന്നല്. അതെ, ആ തോന്നിയത് വെച്ചിട്ട് തുടങ്ങിക്കോ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. തമാശ കുറെ അറിയില്ലാന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും, എനിക്കൊന്നും അറിയില്ലാന്ന്. ഇല്ല, തോന്നിയത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും അറിയില്ല, അതുകൊണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടാല് എനിക്ക് ഒരു ചാൻസും കൂടി തരുന്നേ. പിന്നെ ഒരു ചാൻസ് ഒന്നും തന്നാൽ പോരാ കേട്ടോ, ഞാൻ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വരും. നോക്കട്ടെ, അതില് ഞാൻ പറഞ്ഞേ. ഇല്ലെങ്കിൽ അയൽവാസിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു സഹായം ചെയ്തു തരുന്നത്. നിങ്ങളെല്ലാം തന്നെയല്ലേ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ അല്ലേ? എന്നിട്ട് എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണ് ഇപ്പം തന്നെ വരമ്പോ കുറെ കഴിഞ്ഞിട്ടാ? നീ ഇപ്പം തന്നെ വന്നടാ, എടി ആരുമില്ല. ഞാളെ കടിച്ചു പിടിച്ച് നിക്കണ്ട. കടിച്ചു പിടിച്ച് നിൽക്കാൻ, കടിച്ചു പിടിക്കാൻ കാലാക്കി കാലമായി ഞാൻ ഇത് കടിച്ചു പിടിച്ച് നിൽക്കുന്ന അറിയുമോ? 2 കൊല്ലം ചോദിക്കാനുള്ള ധൈര്യമില്ല. അതിനി അങ്ങനെ നിക്കണ്ടെന്നാ പറഞ്ഞേ. പൊട്ടിപ്പോണ്ട വയ്യ, ഇതൊന്നും വന്നു. ഞാനിന്നലെ ഒരേ വട്ടം പൊട്ടിയതാ. എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു തോണി ഓടിക്കുവായിരുന്നു. അതെല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ നീ ഉഷാറാ. ഇങ്ങനെ ഓടിക്കാൻ പറ്റും. ഒരുപാട് വെള്ളം തോന്നട്ടാ വിചാരിക്കുമ്പോ. അല്ലേ വേണ്ടു, അതേ ഉള്ളൂ ആവശ്യം. അതേ ഉള്ളൂ. അതിനെക്കുറിച്ച് പലവിധം നമുക്ക് ഉപയോഗിക്കാം, കളിക്കും. അത് നല്ലോണം ഉണ്ട്. എന്നാ പിന്നെ നീ സമയം കളയില്ല. ശരിക്ക് കാണുമ്പോ തന്നെ അങ്ങനെ ആവും കേട്ടോ. ദൂരത്തുനിന്ന് പിന്നെ അങ്ങനെ ആവുന്നുണ്ട്, പിന്നെ അടുത്ത് വന്നാലാ വേഗം കാണുമ്പോ തന്നെ ആവുമെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ച അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിഞ്ഞല്ലേ.